ഹലോ ബഡേസ്, ഇന്ന് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒരു മന്തി കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ആ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തോട്ട് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ നമ്മൾ പെരുംജീരകവും നല്ല ജീരകവും ഇട്ടു. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എന്നിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമുക്ക് സവാളയും അതുപോലെ ക്യാപ്സിക്കം, ഞാൻ റെഡ് ക്യാപ്സിക്കമാണ് എടുത്തത്. സാധാരണ ഞാൻ ക്യാപ്സിക്കം സ്കിപ്പ് ചെയ്യും, കാരണം ഞാൻ എപ്പോഴും വാങ്ങിക്കാറില്ല. അതിന് പകരം ഒരു സ്പൂൺ ടൊമാറ്റോ സോസും ഒരു സ്പൂൺ ചില്ലി സോസുമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അത് ഈ ക്യാപ്സിക്കം ഇടുന്ന ടൈമിൽ ക്യാപ്സിക്കം സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യും. ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. ഇതാണ് എൻ്റെ സ്പൈസ് ബോക്സ്. പിന്നെ ഒരു മാഗി ക്യൂബ് കൂടെ ആവശ്യമുണ്ട്. അത് നമ്മുടെ റൈസ് വേവിക്കുന്ന സമയത്ത് മന്തിയുടെ ഞാനൊരു റെസിപ്പി കണ്ടതാണ്. പക്ഷേ എൻ്റെ കയ്യിലൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എപ്പോഴും. അപ്പം ഇത് വെള്ളത്തിനകത്ത് മാഗി ക്യൂബ് ഇട്ടു. അതിനുശേഷം കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പും, ഇത്ര ഇട്ടു. ആ സമയം കൊണ്ട് വെള്ളം തിളച്ച് സെറ്റായി വരുന്നവരെ ഞാൻ അപ്പോഴത്തേക്ക് ചിക്കൻ വേവിക്കാൻ വെക്കും. ഈ പറഞ്ഞ ഇത് ഇപ്പോൾ ക്യാപ്സിക്കം ഇട്ട ഈ സ്റ്റെപ്പില്ലേ, ഇതാണ് ഞാൻ സ്കിപ്പ് ചെയ്യാറുള്ളത്. ഇതിന് പകരം നമ്മൾ സോസ് ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ്, അതായത് 5 മിനിറ്റ് വൺ സൈഡ്, 5 മിനിറ്റ് അടുത്ത സൈഡ്, അങ്ങനെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കും. ആ സമയം കൊണ്ട് ഞാൻ മിക്കവാറും തിളയ്ക്കാനൊന്നും നോക്കി നിൽക്കാറില്ല. അരി അങ്ങ് തട്ടിയിടും. എന്നിട്ട് ഒരു വിസിൽ കറക്റ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ആവി എടുത്ത് കളയും. ആവി തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പരുവത്തിൽ കിട്ടും. കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് വെന്ത് പോകും. അപ്പോൾ ചിക്കൻ ഈ പരുവത്തിൽ വരും. അന്നേരത്തേക്ക് നമുക്ക് ഈ ചോറ് തട്ടി അതിൻ്റെ മണ്ടയിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റാണ്. അത്യാവശ്യം പെട്ടെന്നൊക്കെ ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇത് നല്ലൊരു റെസിപ്പിയാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ സോസ് പരിപാടിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.